ഞാനീ നടന്നു വരുന്നൊരു സർപ്രൈസ് കണ്ട് ഞെട്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് അറിയണ്ടേ, ജനുവരി 10-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അന്ന് തന്നെയാണ് വികമോളുടെ നാടകവും വരുന്നത്. ലാലോടിനെ സംബന്ധിച്ചിടത്തോളം നാടകവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റെന്തിനേക്കാളും വലുതാണ്. ഞാനതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം അതൊക്കെ ഓരോരുത്തരുടെ പാഷനാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 10-ന് നമുക്കൊരു കേക്ക് കട്ടിങ് സാധ്യമായിരുന്നില്ല. കാരണം ലാലോടിന് അമ്മാതിരി തിരക്കായിരുന്നേ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ജനുവരി 11-ാം തീയതി നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വികയും അമ്മയും ഭവീച്ചിയും കൂടെ നമുക്കൊരു സർപ്രൈസ് ആക്കിയേ ഇത്. അപ്പോൾ ഇതേ വടകരയുടെ ഹൃദയഭാഗത്ത് വെച്ചിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ്, അതോടൊപ്പം എത്രയും പ്രമുഖരുടെയും നമ്മളുടെ എല്ലാ ബന്ധുക്കളുടെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊരു കേക്ക് കട്ടിംഗ് ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്രയും കളർഫുള്ളാക്കി തന്ന ഇവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അതിനിടയിൽ ഇത് അമ്മേൻ്റെയും അച്ഛൻ്റെയും വക നമുക്കൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട്. അത് കനകേട്ടനെ തപ്പിച്ച് ചെയ്യുന്നതൊന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് അവർ സമ്മാനമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 10-ാം വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ 10-ാം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇരട്ടി മധുരമാണ്. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.